എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററിയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscape.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, അതാണ് ക്യാപ്ച കോഡ്. അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു 15-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ആ ഒരു സർക്കുലറിൽ ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു സർക്കുലർ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ജൂലൈ 15-ന് വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ സ്ഥിര പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റിൽ താൽക്കാലിക അഡ്മിഷൻ അനുവദനീയമല്ല. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി ജൂലൈ 15-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിര പ്രവേശനം നേടാതിരിക്കുകയാണെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നും പുറത്താകുന്നതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടും ഫീസ് അടക്കാം. ഇതിനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിൻ ലഭ്യമാണ്. ഇത്തരത്തിൽ ഫീസ് അടക്കുന്ന കുട്ടികൾ ഓൺലൈൻ ഫീസ് റെസിപ്റ്റ് സ്കൂളിൽ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.